ശ്രീ കോവൂർ കുഞ്ഞുമോൻ, അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കും. താങ്ക് യു സാർ. സാറ് ഈ മുഴുവൻ ഡിമാൻഡുകളെയും പൂർണ്ണമായും അംഗീകരിക്കുകയാണ് സാർ. വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും കടന്നു പോകുന്നത്. സാർ, കേരളത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ പോലും കേരളത്തിലെ മുഴുവൻ വകുപ്പുകളും ആ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ട് വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം എന്ന് പറയാൻ വളരെ അഭിമാനം തോന്നുകയാണ്. സാർ, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ഡിമാൻഡ് ഇന്ന് ഈ നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സാർ, മുൻമന്ത്രി ശ്രീ കെ രാധാകൃഷ്ണനും ഇപ്പോഴത്തെ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ OR കേളുവും ഈ വകുപ്പിനെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമാക്കി മാറ്റി എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ആർക്കും UDFകാർക്ക് പോലും എതിർക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു പരാതിക്കും ഇടവരാതെ വളരെ ഭംഗിയായി സുതാര്യതയോടുകൂടി കൊണ്ടുപോകുന്ന ഒരു വകുപ്പാണ് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വകുപ്പ്. സാർ, എല്ലാ മേഖലകളിലും നല്ല നിലയിലുള്ള മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാർ, പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വലിയ സംഭാവനയാണ് ഈ കേരളം നൽകിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഒരു കാലത്തുമില്ലാത്ത തരത്തിൽ പട്ടികജാതി മേഖലയിൽ നിന്നും പ്ലെയിൻ ഓടിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ സംജാതമായത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉള്ളത് കൊണ്ടാണ്. സാർ, എത്ര പൈലറ്റുമാരാണ് ഇപ്പോൾ ഓടുന്നതെന്നറിയോ? വിമാനം ഓടിക്കുന്നത് പണ്ടൊന്നും ഈ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. അങ്ങയുടെ കാലഘട്ടത്തിലില്ലായിരുന്നു. ഞാൻ അങ്ങയുടെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു AP അനിൽകുമാർ. വളരെ നന്നായി അദ്ദേഹം ഇരുന്ന ഘട്ടത്തിൽ ആ വകുപ്പിനെ ഏറ്റവും ശ്രദ്ധേയമാക്കി. ഞാൻ വളരെ പ്രത്യേകമായി അദ്ദേഹത്തിനെ അഭിനന്ദിക്കുകയാണ്. സാർ, UDFൻ്റെ ഭരണകാലഘട്ടത്തിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പും പട്ടികജാതി വകുപ്പും പട്ടികവർഗവും 2 മന്ത്രിമാരുണ്ട്. IC ബാലകൃഷ്ണൻ ഇരിക്കുന്നുണ്ട് പറയുക. സാർ, പട്ടികജാതി വർഗ വകുപ്പിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. ഫണ്ടുകളെല്ലാം ലാപ്സായി പോയി. എന്നാൽ പട്ടിക ജാതി മന്ത്രി അനിൽകുമാർ എല്ലാ ഫണ്ടും യൂട്ടിലൈസ് 100% അദ്ദേഹം ചെയ്തു. ഞാനത് വലിയ അഭിമാനത്തോടുകൂടി, ഞാൻ LDFൽ ഇരിക്കുന്ന ആളാണെങ്കിൽ പോലും ചെയ്ത കാര്യം ചെയ്തില്ലെന്ന് പറയുന്നത് ശരിയല്ല. ഞാനും അദ്ദേഹവും VD സതീശനും നമ്മുടെ റോഷി അഗസ്റ്റിനും മന്ത്രി ഗണേഷ് കുമാറും മഞ്ഞളാംകുഴി അലിയും ഞങ്ങൾ 2001 കേരള നിയമസഭയിൽ ആദ്യമായി ഞങ്ങൾ ചെറുപ്പക്കാരായി കടന്നു വന്നപ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അന്നും ഇന്നും ആ സാഹോദര്യ ബന്ധം ഞങ്ങൾ ഊട്ടിയുറപ്പിക്കുകയാണ്. അതിനകത്തൊരു മാറ്റമില്ല. ഞാൻ അതെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. പക്ഷേ പൊളിറ്റിക്സ് പറഞ്ഞാൽ പൊളിറ്റിക്സ് ഞാൻ പറയും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഇത്രയും നാൾ 5 ടേണും MLA ആയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുക്കീഴിൽ നിന്നും മത്സരിച്ച് ജയിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് നല്ല ആ പ്രതിബദ്ധതയോടു കൂടിയാണ് ഞാൻ നിയമസഭയിൽ സാറിന് സംസാരിക്കാറുള്ളത്. സാർ, എനിക്ക് 1-2 നിർദ്ദേശങ്ങൾ വെക്കാനുള്ളത്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നല്ല നിലയിൽ പഠിക്കുന്നതിനുള്ള അവരുടെ പഠന സൗകര്യം, ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് ഞാൻ നിങ്ങളുമെല്ലാം ആഗ്രഹിക്കുന്നത്. സാർ, 2 ലക്ഷം രൂപയാണ് പഠനമുറിക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് മാറ്റിവെച്ചിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾക്ക് ആശ്വാസമായി. പട്ടികജാതിക്കാരുടെ വീട്ടിൽ മറ്റൊരു റൂം ഒരുക്കാനുള്ള സംവിധാനമില്ലായിരുന്നു. ഇപ്പോൾ അത് ഒരുക്കിക്കൊണ്ടാണ് കേരളത്തിൽ നമ്മുടെ പട്ടികജാതി വകുപ്പ് മന്ത്രി വളരെ നല്ല നിലയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ, എനിക്കൊരു നിർദ്ദേശം. SC പ്രൊമോട്ടർമാർ അവരിപ്പോൾ ഹോം സർവേ നടത്തുന്നു. സാർ, ഈ ഹോം സർവേ നടത്തുമ്പോൾ ഒരു കാലത്തിലും ഇല്ലാത്ത രീതിയിൽ ആരാണ് ഈ ചോദ്യങ്ങൾ ശരിയാക്കിയെന്ന ആസൂത്രണ കമ്മീഷനാണെന്ന് തോന്നുന്നു. 288 ചോദ്യമാണ് സാർ ഒരു വീട്ടിൽ ഒരു SC പ്രൊമോട്ടർ ചെന്ന് ചോദിക്കേണ്ടത്. അവർക്കാണ് ടാബില്ല, അവരുടെ മൊബൈൽ കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. സാർ, അവർക്ക് ഒരു ഹൗസിൽ ഈ സർവേ നടത്തുന്നതിന് വെറും 10 രൂപ സാർ കിട്ടുന്നത്. അവർ 3 മണിക്കൂർ എടുക്കണം ഒരു വീട്ടിൽ സർവേ നടത്തണമെന്നുണ്ടെങ്കിൽ. ആദ്യം ഒരാൾ ചെല്ലുമ്പോൾ ആളില്ലെങ്കിൽ, കുടുംബനാഥനില്ലെങ്കിൽ വീണ്ടും പോവുക, പിന്നെ അടുത്ത ആഴ്ച വരും. അങ്ങനെ ചില ഘട്ടങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. അങ്ങയുടെ ഒരു മീറ്റിങ്ങിൽ ഞാനത് പറഞ്ഞതാണ്. SC പ്രൊമോട്ടേഴ്സിൻ്റെ ഓണറേറിയം വർദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ ഈ 287 ക്വസ്റ്റ്യൻ എന്നുള്ളത് ചുരുക്കണം സാർ, ചുരുക്കി ചെയ്യുന്നതായിരിക്കും. സാർ, ഹോസ്റ്റൽ കുട്ടികളുടെ അലവൻസ് വർദ്ധിപ്പിക്കണം.
സാർ പണ്ടത്തെ അലവൻസാണ് ഇപ്പോഴും കിടക്കുന്നത്. അത് വർദ്ധിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നണിയിൽ കഴിഞ്ഞിരുന്ന, അടിത്തട്ടിൽ കഴിഞ്ഞിരുന്ന ഒരു വലിയ വിഭാഗത്തെ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പുതുധാരയിലേക്ക് ഉയർത്തിയെടുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കാട്ടിയ നല്ല പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എടുത്തുകഴിഞ്ഞത്. സാർ, അതിൽ വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട്. അവർ നമുക്ക് മറക്കാൻ കഴിയില്ല. ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭനും ചട്ടമ്പി സ്വാമി തിരുവടികളും മഹാത്മാ അയ്യൻകാളിയും സി കേശവനും ഡോക്ടർ പൽപ്പും വക്കം മൗലവി അടക്കമുള്ളവർ ഈ സംസ്ഥാനത്ത് നടത്തിയ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ വളർന്നു വന്നത്. വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, കേരളത്തിൽ പല ക്ഷേത്രങ്ങളിലും ഇന്ന് പട്ടികജാതി ഈഴവരാജി പിന്നോക്ക വിഭാഗങ്ങൾ പൂജ നടത്തുന്നു. നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പണ്ട് ബ്രാഹ്മണർക്ക് മാത്രം തീരെഴുതി കൊടുത്തിരുന്ന ആ മേഖല ഇന്ന് പട്ടികജാതി പട്ടികവർഗത്തിൽ ഈഴവരിൽപ്പെട്ട നമ്മുടെ കുട്ടികൾ അത് പഠിച്ചിട്ട് പൂജ നടത്തുകയാണ് പല ക്ഷേത്രങ്ങളും. സാർ, ആരാണിത് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത്? നിങ്ങളാണോ? UDF ആണോ കേരളത്തിൽ ആ സിസ്റ്റം ഉണ്ടാക്കിയെടുത്തത്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായതുകൊണ്ടാണ് സാർ ഇന്ന് ആ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കാർക്കും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത മേഖലയിൽ അമ്പലത്തിൻ്റെ അകത്തളങ്ങളിൽ ഏത് വിഗ്രഹമായാലും അതിനെ പൂജിക്കാനുള്ള അവകാശം പട്ടികജാതിക്കാർക്ക് വാങ്ങിക്കൊടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. എതിര് വല്ലതും ഉണ്ടെങ്കിൽ AP അനിൽകുമാർ മുൻ മന്ത്രി അത് ഏറ്റവും അവസാനം എന്നെ ഖണ്ഡിച്ച് സംസാരിച്ചു. അതിനകത്തൊന്നും ഒരു പ്രശ്നമുള്ള ആളല്ല സാർ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. സാർ, നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും മികച്ച പൊതുവിതരണ സംവിധാനമാണ് കേരളത്തിലേത്. ഇന്ത്യയിൽ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലാണ് പൊതുവിതരണ ശൃംഖല ഏറ്റവും മെച്ചപ്പെട്ട തലത്തിൽ പോകുന്ന ഏക സംസ്ഥാനം ഈ കൊച്ചു കേരളമാണ് സാർ. സാർ, ഈ ലൈസൻസ് നിയമനം കൊടുത്തിട്ടുണ്ടായിരുന്നു. പട്ടികജാതിക്കാർക്ക് പട്ടികവർഗക്കാർക്ക് അന്നില്ലായിരുന്നു സാർ. ഇത് നമ്മുടെ ഗവൺമെൻറ് വന്നപ്പോൾ കേരളത്തിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അവർക്ക് ഈ ലൈസൻസ് കൊടുത്തു സാർ. പട്ടികജാതിക്കാർക്ക് SC വിഭാഗക്കാർക്ക് 119, STക്കാർക്ക് 118, ഈ അംഗവൈകല്യം സംഭവിച്ചവർക്ക് 41 സാർ. അതുമാത്രമല്ല കേരളത്തിലെ 137 ഊരുകളിൽ കിലോമീറ്ററുകൾ നടന്ന് ഭക്ഷ്യധാന്യങ്ങൾ അവിടെ എത്തിക്കുകയാണ് സാർ. 13 ജില്ലയുള്ളൂ ഇപ്പം. എൻ്റെ ജില്ലയില്ല, എൻ്റെയും സുബാലിൻ്റെയും ചിഞ്ചറാണി മിനിസ്റ്ററുടെയും ജില്ലയില്ല സാർ. 13 ജില്ലയുള്ളൂ. 14ാമത്തെ ജില്ല എന്ന നിലയിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തും. കൊല്ലം ജില്ലയിൽ, അതായത് കടയ്ക്കലും ചടയമംഗലത്തും പുനലൂരും കുളത്തൂപ്പുഴയിലൊക്കെ ധാരാളം ഊരുകളുണ്ട്. അവിടെ ഈ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ജലസേചനം എല്ലാ വകുപ്പും ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വന്നതുകൊണ്ട് ആകെ 10 മിനിറ്റേ ഉള്ളൂ. എല്ലാ വകുപ്പും എങ്ങനെ ഒറ്റയടിക്ക് സംസാരിക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ജലസേചനം സാർ, കുടിവെള്ള പദ്ധതി ഇന്ത്യയിൽ ഏറ്റവും നന്നായി നടക്കുന്ന കേരളത്തിലാണ് സാർ. കേരളത്തിലാണ്. നിങ്ങളിൽ പലപ്പോഴും പലരും UDFകാർ കളിയാക്കുന്നു. ജയം പ്രോജക്റ്റ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ്, മെഗാ പ്രോജക്റ്റാണ്. അത് കേരളത്തിലാണ് ഏറ്റവും നന്നായി നടക്കുന്നത്. വളരെ അഭിമാനത്തോടു കൂടി പറയാം. അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യരായ റോഷിയെ ഞാൻ ഈ അവസരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു സാർ. എൻ്റെ മണ്ഡലത്തിൽ 10 പഞ്ചായത്തുകളുണ്ട്. ആ 10 പഞ്ചായത്തുകളിൽ 317,98,00,000 രൂപയോടാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ സുതാര്യമായി. ഞാൻ മോണിറ്ററിംഗ് നടത്തുന്ന ഒരാളായതുകൊണ്ട് മെനഞ്ഞാന്നും മീറ്റിംഗ് നടത്തി. വളരെ സുതാര്യമായി സംശുദ്ധമായ നിലയിലാണ് ആ പ്രവർത്തനം നടക്കുന്നത് സാർ. ഇപ്പോൾ ഈ വരൾച്ച ആയതുകൊണ്ട് കനാലുകളിൽ വെള്ളം ഒഴുക്കി വിടാൻ പറ്റുന്നില്ല. കാരണം എന്താ? എൻ്റെ മേഖലയിൽ മാത്രമല്ല, കേരളത്തിലെ മൊത്തം ഈ KIP കനാലുകളിൽ കൂടി വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുകയാണ്. വലിയ മരങ്ങൾ വളർന്നു വരുന്നതുകൊണ്ട് ഡാമിൽ നിന്നും തുറന്നു വിടുന്ന വെള്ളം സുതാര്യമായി കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ് സാർ. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ ഉണക്കുകാലത്ത് കനാലുകൾ തുറന്നു വിട്ടെങ്കിൽ മാത്രമേ നീരുറകളുണ്ടായി കിണറ്റിൽ വെള്ളം വരികയുള്ളൂ. കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ അക്കാര്യത്തിൽ കഴിയും സാർ. മൃഗസംരക്ഷണ വകുപ്പ് സാർ, 2025-26 സാമ്പത്തിക വർഷത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് 309 കോടി രൂപയാണ് സാർ ഈ ഗവൺമെൻറ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. മൃഗസംരക്ഷണ മേഖലയിലും ക്ഷീരമേഖലയിലും വലിയ വിപ്ലവകരമായ മാറ്റമാണ് സാർ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാർ. മൃഗസംരക്ഷണ വകുപ്പിൽ സാധാരണ പണ്ട് 2 പശുക്കളെ വളർത്തുന്നവരുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ 5ആയി, 10ആയി,
50 പശുക്കളെ ഉൾപ്പെടെ വളർത്തി ഈ മേഖലയെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടി. സാർ, ഈ മേഖലയിലേക്ക് യുവതിയുവാക്കൾ കടന്നു വരണം. ഇപ്പോഴും നമ്മുടെ കെ പി ചേട്ടൻ്റെ കൂട്ട് 70 വയസ്സ് കഴിഞ്ഞവരാ അതിൽ ഇപ്പം വളർത്തുന്നത്. കെ പി ചേട്ടന് 75 വയസ്സ് ഇരുന്നു. ഞാൻ ഒരു വാക്ക് കൂടി പറയാം, കുഴപ്പമില്ല സാർ. അതുകൊണ്ട് നമുക്ക് ഈ ക്ഷീരമേഖലയെ നന്നായി കൊണ്ടുപോകാൻ സാർ. ക്ഷീരമേഖലയിൽ ജോലിയെടുക്കുന്ന ഒരു ദിവസം 15 ലിറ്റർ പാലളക്കുന്ന ഒരു കർഷകനെ സാർ ദേശീയ ഗ്രാമീണ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം സാർ. അത് കേന്ദ്രത്തിന് അതിന് ഒരു അംഗീകാരം പോയിന്റ് ഓഫ് ഓർഡർ ഒന്നും ഇവിടെ പറ്റത്തില്ല. ഞങ്ങളുടെ സഹപാഠിയ ഹൗസ് മെമ്പറായിരിക്കുന്നത്, അതുകൊണ്ട് അതൊന്നും പറ്റത്തില്ല സാർ. അതുകൊണ്ട് വളരെ നന്നായി നമുക്ക് ഈ മേഖലയെല്ലാം കൊണ്ടുപോകാൻ കഴിയണം. ഈ 4 എല്ലാ വകുപ്പുകളും കേരളത്തിൽ ഏറ്റവും പ്രോജ്വലമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു നിയമസഭാ അംഗമെന്ന നിലയിൽ എല്ലാവിധമായിട്ടുള്ള ഹൃദയാഭിവാദ്യങ്ങൾ കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു.